കേരള സർവകലാശാല VCയെ മറികടന്ന് വിഭജന ഭീതി ദിനാചരണം കോളേജുകൾക്ക് തീരുമാനിക്കാമെന്ന് സർക്കുലർ. മുഖ്യമന്ത്രിക്ക് എതിരെ അഭിപ്രായം ഉണ്ടെന്ന രാഷ്ട്രീയ പരാമർശവും സർക്കുലറിൽ. VCയുടെ നിർദ്ദേശപ്രകാരമുള്ള സർക്കുലർ പിൻവലിച്ച് പുതിയ സർക്കുലർ പുറത്തിറക്കിയത് സർവകലാശാല കോളേജ് വികസന സമിതി ഡയറക്ടർ ഡോക്ടർ V. ബിജു. സർക്കുലർ പുറത്തിറക്കിയതിന് തൊട്ടുപിന്നാലെ വികസന സമിതി ഡയറക്ടർ സ്ഥാനം ഡോക്ടർ V. ബിജു രാജിവെച്ചു. വിഭജന ഭീതി ദിനാചരണം സർവകലാശാലകളിൽ ആചരിക്കണമെന്ന ഗവർണർ നിർദ്ദേശമാണ് സർവകലാശാല കോളേജ് വികസന സമിതി ഡയറക്ടർ ഡോക്ടർ V. ബിജു അട്ടിമറിച്ചത്. സർവകലാശാല വൈസ് ചാൻസലറെ മറികടന്നുകൊണ്ടാണ് ഡോക്ടർ V. ബിജു സർക്കുലർ അട്ടിമറിച്ചത്. വിഭജന ഭീതി ദിനാചരണം ഉറപ്പായും നടപ്പിലാക്കണം എന്നില്ലെന്നും സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകൾക്ക് തീരുമാനിക്കാമെന്നുമായിരുന്നു സർക്കുലർ. വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമുള്ള സർക്കുലർ പിൻവലിച്ചുകൊണ്ടാണ് ഡോക്ടർ ബിജു പുതിയ സർക്കുലർ ഇറക്കിയത്. സർവകലാശാലകളിൽ ദിനാചരണം നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പും ഇറക്കി. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലെ രാഷ്ട്രീയ പരാമർശം കൂടി ബിജു സർക്കുലറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സർക്കുലർ ഇറക്കിയതിന് തൊട്ടു പിന്നാലെ ഇടത് അനുകൂല സർവീസ് സംഘടനയിലെ അംഗം കൂടിയായ ഡോക്ടർ ബിജു രാജിവെക്കുകയും ചെയ്തു. സർവകലാശാല കോളേജ് വികസന സമിതി ഡയറക്ടർ സ്ഥാനമാണ് രാജിവെച്ചത്. ഭാരത-പാകിസ്ഥാൻ വിഭജനത്തിന്റെ യഥാർത്ഥ സംഭവങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്താകമാനം വിഭജന ഭീതി ദിനാചരണം നടന്നുവരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദിനാചരണം മുന്നോട്ട് വെച്ചതും UGC ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലും വിഭജന ഭീതി ദിനാചരണം സംഘടിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർദ്ദേശിച്ചത്. ജനം, തിരുവനന്തപുരം.